ഇറാന്റെ ആണവായുധ മേഖല ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്ന വിവരമാണ് പ്രാധാന്യത്തോടു കൂടി ഇപ്പോൾ പടിഞ്ഞാറൻ മീഡിയകളൊക്കെ പുറപ്പെടുവിക്കുന്നത്. അവർ ഓരോരോ ഭാഗങ്ങൾ കൃത്യമായ രീതിയിൽ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ലക്ഷ്യം ഇറാനിലേക്കാണ്, ഇറാന്റെ സമ്പുഷ്ട ആണവായുധീകരണ മേഖല ആക്രമിക്കുക, അതിനെ ഇല്ലാതാക്കുക, അത്തരം ഒരു ഭീഷണി ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, അല്ലെങ്കിൽ ആ ശ്രമം ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതിന് പൂർണ്ണമായിരിക്കുന്ന അമേരിക്കയുടെ പിന്തുണയുണ്ട്. അമേരിക്കയുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപാണ് വലിയ രീതിയിലുള്ള പിന്തുണ ഇസ്രായേലിന് ഈ കാര്യത്തിൽ അറിയിച്ചിരിക്കുന്നത്. മുൻപ് അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഉള്ള സമയത്ത് തന്നെ ഇറാനുമായിട്ട് വലിയ രീതിയിലുള്ള ശത്രുത ഉള്ള വിഭാഗമായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. ഇറാന്റെ സൈനിക മേധാവിയെ കൊലപ്പെടുത്തിയത് പോലും ട്രംപിന്റെ പ്രത്യേകമായിരിക്കുന്ന അനുമതിയോടുകൂടിയാണ്. അതുകൊണ്ട് ഇറാന് നേരെ ഉണ്ടാവുന്ന ഏതൊരു അക്രമത്തെയും നിലവിലെ പ്രസിഡന്റായിരിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ട്രംപ് അതിന് പിന്തുണ നൽകും എന്നുള്ളത് ഏറെക്കുറെ ഇസ്രായേലിന് അറിയാം. ഇപ്പോൾ ഇസ്രായേൽ സിറിയ ഏറെക്കുറെ വീണതോടുകൂടി ഇനി ഇറാനെ ലക്ഷ്യമാക്കിയെങ്കിൽ മാത്രമേ മേഖല ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന തരത്തിൽ നീക്കാൻ വേണ്ടി സാധിക്കും. ഏക ഒരു ഭീഷണി എന്ന് പറയുന്നത് ഇറാൻ മാത്രമാണ്. മറ്റുള്ള ഏത് രീതിയിലുള്ള അക്രമവും ഇറാന്റെ പ്രോക്സി യുദ്ധമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ഇറാന്റെ ആണവായുധമുണ്ട് എന്നുള്ളത് വലിയ രീതിയിലുള്ള ഭീഷണിയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. കാര്യമെന്ന് പറയുന്നത് ഇസ്രായേൽ ചെറിയ രാജ്യമാണ്, ഇറാൻ വലിയ രാജ്യമാണ്. ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള ഗുരുതര പ്രത്യാഘാതം ഉണ്ടാവും ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്നാൽ. കാര്യം ഇസ്രായേൽ ചെറിയ രാജ്യവും ഇറാൻ വലിയ രാജ്യവുമായതുകൊണ്ട് അക്രമത്തിന്റെ തോതുകൾ വർദ്ധിക്കുക ഈ ഭാഗത്താണെന്ന് കൃത്യമായി ഇസ്രായേലിന് അറിയാം. നിലവിൽ യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷത്തിലധികമായിട്ടും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ തങ്ങൾ ഈ ഒരു മേഖല കീഴടക്കി വിജയമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ ഇസ്രായേൽ ഇപ്പോഴും സാധിക്കാത്തതിന്റെ പ്രയാസം അവർ അനുഭവിക്കുകയാണ്. സിറിയക്ക് ഏറെക്കുറെ പരാജയമുണ്ടായതോടുകൂടി പുതിയൊരു ഭരണ സംവിധാനം അവിടെ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് എളുപ്പം സാധിക്കും എന്നുകൂടി ഇതിനോടനുബന്ധിച്ച് തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇറാന്റെ കയ്യിൽ സമ്പുഷ്ട ആണവായുധ സംവിധാന കാര്യങ്ങളുണ്ട്. അത് വളരെ പെട്ടെന്ന് അവർക്ക് നിർമ്മിക്കാൻ വേണ്ടി പറ്റും. ഏറെക്കുറെ 60% പൂർത്തീകരിച്ചിരിക്കുന്നു. 90% അത് പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇനി 90% ആയിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചും കൃത്യമായിരിക്കുന്ന വിവരങ്ങളില്ല. അതുകൊണ്ട് അതൊരു ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ആണവായുധം വഹിക്കാനുള്ള 2000 കിലോമീറ്റർ വൈദൂരമുള്ള മിസൈലുകൾ ഇറാൻ മുൻപ് തന്നെ തയ്യാറാക്കിയിരിക്കുന്നു. 1950 കിലോമീറ്റർ മാത്രമാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള വൈദൂരം. 2000 കിലോമീറ്ററോ അല്ലെങ്കിൽ 2000 കിലോമീറ്ററിൽ അധികമുള്ള മിസൈല് ഇപ്പൊ നിലവിൽ ഇറാന്റെ കൈവശത്തിൽ ഉണ്ട് എന്നതിനാൽ ആണവായുധം വഹിച്ചുകൊണ്ട് മിസൈലുകൾ പറപ്പിക്കാനും ഇറാന് സാധിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഇതിൽ സിറിയയെ സംബന്ധിച്ചിടത്തോളമുള്ള പരാമർശം 2-3 രീതിയിലായിട്ട് ഇറാൻ അത് നിരീക്ഷിക്കുന്നുണ്ട്. അതിലെ ഒരു കാര്യം എന്ന് പറയുന്നത്, സിറിയയുടെ ആകാശം ഏറെക്കുറെ ഇപ്പോൾ ഇസ്രായേലിന്റെ കൈവശത്തിലാണ് എന്ന തരത്തിലാണ്. ആകാശ വേധ മിസൈലും സംവിധാനങ്ങളും ഉപയോഗിക്കാൻ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അവരുടെ HTS എന്ന് പറയുന്ന അവരുടെ ഇപ്പോൾ വിമത സേനക്ക് സാധിക്കുന്നില്ല. അവരങ്ങനെ ആകാശ യുദ്ധവുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ ഉള്ളവരൊന്നല്ല. അപ്പോൾ ഈ വിഭാഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കും. അങ്ങനെയാണ് ഇസ്രായേൽ ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ട് സിറിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആകാശങ്ങൾ മുഴുവൻ കീഴടക്കി വേണമെങ്കിൽ ഇറാനിലേക്ക് ആക്രമണം നടത്തും. അങ്ങനെയാവുന്ന സമയത്തും സിറിയ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇറാഖുണ്ട്. ഇറാഖ് കഴിഞ്ഞിട്ടാണ് ഇറാൻ വരുന്നത്. ഇറാഖിന്റെ ആകാശത്തിലൂടെ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണമോ അതുപോലെ മറ്റുള്ള വൈമാനിക ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാൻ വേണ്ടി ഇറാഖിന് സാധിക്കില്ല എന്നുള്ളതോ അല്ലെങ്കിൽ ഇറാഖ് അതിന് പ്രതിരോധം ഉണ്ടാക്കുകയില്ല എന്നോ രണ്ടൊരു അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ 2 തരത്തിലൊരു വിശ്വാസം ഇസ്രായേലിനുണ്ട്. അതിന് ഇസ്രായേൽ മറുകണ്ഠ ചാടാൻ വേണ്ടിയിട്ട് അവർ എടുത്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ മുൻപ് അമേരിക്ക പ്രയോഗിച്ചിരിക്കുന്ന വഴികൾ തന്നെയാണ്. അതായത് റഡാറിൽ പെടാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ആ രൂപത്തിൽ ആക്രമണം നടത്തുക എന്നുള്ളത്. ഈ പ്രയോഗം
ഈ അമേരിക്ക രണ്ട് പ്രാവശ്യമായിട്ട് നടത്തിയിട്ടുണ്ട്. അതിലൊന്ന് അൽ ഖ്വയ്ദയുടെ നേതാവായിരുന്ന ബിൻ ലാദൻ, ആ ഭീകരവാദിയെ പിടിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിലെ അബാട്ടാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് അമേരിക്ക നടത്തിയ നിരീക്ഷണം, റഡാറിൽ പെടാത്ത വിമാനങ്ങൾ ആകാശത്തിന്റെ മേലെ വട്ടമിട്ട് പറന്നുകൊണ്ടാണ് നിരീക്ഷണം നടത്തിയത്. അതിന് അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധമാണ്, സഖ്യകക്ഷി ബന്ധമാണ്. എന്നാൽ ഈ പാകിസ്ഥാന്റെ അകത്തുള്ള മിസൈലിന്റെ വൈദൂരം അല്ലെങ്കിൽ റഡാറിന് പിടിക്കാൻ മാത്രം, റഡാറിന് എത്രത്തോളം ശക്തിയും ബലവും ഉണ്ട് എന്ന് കൃത്യമായ രീതിയിൽ അമേരിക്കക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് റഡാറിന് പിടിച്ചെടുക്കാൻ പറ്റാത്ത വിധം ഉയരത്തിൽ വിമാനത്തെ സ്റ്റാൻഡ് ചെയ്തു എന്ന് പറയുന്നു, അല്ലെ വട്ടമിട്ട് കറങ്ങി എന്ന് പറയുന്നു. അങ്ങനെയാണ് അബാട്ടാബാദിലെ ബിൻ ലാദന്റെ വീടും പരിസരവും അമേരിക്കയുടെ സൈനികർ കണ്ടെത്തുകയും അങ്ങനെ ആക്രമിക്കുകയും ബിൻ ലാദനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. ഈ സംഭവങ്ങൾ കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള ഈ പാകിസ്ഥാന്റെ ഗവൺമെന്റ് പോലും അറിയുന്നത്. ഈ അബാട്ടാബാദ് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഏകദേശം 1.5-2 കിലോമീറ്റർ വൈദൂരത്തിലാണ് ഈ പാകിസ്ഥാന്റെ മിലിറ്ററി ഫോഴ്സ് പ്രവർത്തിക്കുന്നത്. അവർ പോലും ഈ സംഭവം അറിഞ്ഞിട്ടില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ റഡാറിൽ കൊള്ളാത്ത രീതിയിൽ, ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ അപ്പുറമുള്ള ഉയരത്തിൽ അമേരിക്ക വിമാനം പറത്തിയിട്ടാണ് ഈ ലക്ഷ്യം അവർ നേടിയത്. രണ്ടാമത്തെ ലക്ഷ്യം നേടുന്നത് ലിബിയൻ പ്രസിഡന്റ് കേണൽ ഗദ്ദാഫിയെ പിടിക്കുന്നതാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ലിബിയയുടെ തലസ്ഥാന നഗരിക്ക് മുകളിലൂടെ ലിബിയക്ക് പിടിക്കാൻ പറ്റാത്ത വിധമുള്ള റഡാർ സംവിധാനത്തിന് മേലെ നിന്നുകൊണ്ട് നിരീക്ഷണം നടത്തുകയാണ് അമേരിക്ക ആ സമയത്ത് ചെയ്തത്. അപ്പോൾ ഈ ലിബിയയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പരിധിയുണ്ട് റഡാറിലൂടെ നോക്കിയിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള. അത് എത്ര പരിധി ഉണ്ടെന്ന് കൃത്യമായ രീതിയിൽ അമേരിക്കക്ക് അറിയാം. അതിന്റെ മേലെ എന്ത് ചെയ്തു? നിരീക്ഷണം നടത്തി. അപ്പോൾ റഡാറിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ നിരീക്ഷണം നടത്തുന്നവരെ അവർക്ക് അറിയാൻ പറ്റാതെ വന്നു. അമേരിക്ക അത് കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്തിയിട്ട് ട്രിപ്പോളിയിൽ നിന്ന്, തലസ്ഥാന നഗരമായ ട്രിപ്പോളിയിൽ നിന്ന് 50ഓളം വാഹനത്തിന്റെ അകമ്പടിയോടുകൂടി ലിബിയയുടെ പ്രസിഡന്റ് കേണൽ ഗദ്ദാഫി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ആകാശത്ത് നിന്ന് ഭൂമിയിലുള്ള വിമത വിഭാഗത്തിനും അമേരിക്കയുടെ സൈനിക വിഭാഗത്തിനും അവർ പറഞ്ഞു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? അവരുടെ ആകാശത്ത് നിന്ന് ഇത് ഏകദേശം ഇവർ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സ്ഫോടനം നടത്തുന്നു. 50ഓളം വലിയ രീതിയിലുള്ള മെർസഡിസ് ബെൻസ് ഉപയോഗിച്ചിട്ട്, കറുത്ത മെർസഡിസ് ബെൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ട്രിപ്പോളിൽ നിന്ന് നാഷണൽ ഹൈവേ ഉപയോഗിച്ചുകൊണ്ട് ഒരു ടീം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു യുദ്ധ മുഹൂർത്തത്തിലും ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലും ആയതുകൊണ്ട് അത് ഗദ്ദാഫി തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സ്ഫോടനം നടത്തുന്നു. താഴെ നിർദ്ദേശം കൊടുക്കുന്നു, മേലിന് സ്ഫോടനം നടത്തുന്നു. സ്ഫോടനം വലിയ രീതിയിലുള്ള ബോംബ് വീഴുന്നു, ഒരുപാട് കാറുകൾ ചെതറിപ്പോകുന്നു, തീപിടിക്കുന്നു, കുറെ മരണങ്ങൾ നടക്കുന്നു. ഗദ്ദാഫി രക്ഷപ്പെടുന്നു. ഗദ്ദാഫി അങ്ങനെ പച്ചക്കറി ഗോഡൌണിൽ അഭയം തേടുന്നു എന്നാണ് പറയുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തെ പിടികൂടുന്നു. കുറെ ഏറ്റുമുട്ടലുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അവസാനം അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കും അമേരിക്ക ഉപയോഗിച്ചത് റഡാർ സംവിധാനത്തിന് കാണാൻ വേണ്ടി സാധിക്കുന്നതിനേക്കാൾ മേലെ ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് ആക്രമണം നടത്തി. രണ്ടിലും അവർ സക്സസ് ആണ്, വിജയിക്കുകയും ചെയ്തു. ഇതേ തന്ത്രമാണ് ഇസ്രായേൽ ഇറാനെതിരെ പ്രയോഗിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ പ്രയോഗിക്കാനുള്ള സാധ്യത മനസ്സിലാക്കുന്നു. അതിന്റെ കാര്യം ഒന്ന്, ഇസ്രായേലിൽ നിന്ന് ഇറാനെ ആക്രമിക്കണമെങ്കിൽ സിറിയ കടന്ന് ഇറാഖ് കടന്ന് വേണം ഇറാനിലെത്താൻ. അപ്പൊ സിറിയയെ സംബന്ധിച്ചിടത്തോളം ആകാശ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇപ്പോഴത്തെ വിമതപക്ഷം HTS എന്ന് പറയുന്ന സംഘടനക്കൊന്നും ഒരു പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. കാര്യം വെച്ചാൽ വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും സൈനികപരമായിരിക്കുന്ന ദുരന്തങ്ങൾ, സ്ഫോടനങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി HTSന് സാധിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് സിറിയയുടെ ആകാശം ഉപയോഗിക്കാൻ വേണ്ടി സിറിയയുടെ HTSന്റെ അനുവാദമൊന്നും വിമതപക്ഷത്തിന്റെ അനുവാദം ഇസ്രായേലിന് വേണ്ട. രണ്ടാമത്തത് ഇറാഖാണ്. സിറിയ കഴിഞ്ഞാൽ പിന്നെ ഇറാഖ് വരുന്നു. ഇറാഖിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നത് ഇസ്രായേലിനെതിരെ ഒരു പ്രതിരോധം ആകാശ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ഉയരത്തിലൂടെ പറക്കുന്ന ഒരു ആകാശത്തെ താഴെ ഇടാനുള്ള സംവിധാന കാര്യങ്ങൾ ഒരു പക്ഷേ ഇറാഖിന്റെ കൈവശത്തിലില്ല എന്ന് മനസ്സിലാക്കുന്നു.
അതല്ലെങ്കിൽ പിന്നെ അവർ മനസ്സിലാക്കുന്ന കാര്യം റഡാർ സംവിധാനത്തിന് തങ്ങൾ വിക്ഷേപിക്കുന്ന മിസൈലുകളോ അല്ലെങ്കിൽ റോക്കറ്റുകളോ കാണാൻ പറ്റാത്ത ഉയരത്തിൽ പറന്നുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് വീഴ്ത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നതിനെ കുറിച്ച് അവർ ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പൊ അങ്ങനെ ആകുന്ന സമയത്ത് അവർ ലക്ഷ്യം വെക്കുന്നത് ആണവായുധങ്ങൾ അല്ലെങ്കിൽ ആണവായുധ സമ്പുഷ്ടീകരണങ്ങൾ ഇറാന്റെ കൈവശത്തിൽ ഉള്ളിടത്തോളം കാലം ഇസ്രായേലിനും അവിടുത്തെ ജനങ്ങൾക്കും അത് ഭീഷണിയാണ് എന്ന് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിന്റെ മുഴുവൻ രാജ്യങ്ങളും ഇറാന് കീഴ്പ്പെട്ടുകൊണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയും സാഹചര്യങ്ങളും ഉണ്ടാവും. ഇത് തങ്ങൾക്ക് എല്ലാ കാലത്തും പ്രയാസമാണ് എന്ന് ഇസ്രായേലിനേക്കാൾ ഏറെ മനസ്സിലാക്കുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് ഇപ്പോൾ ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നതിന് അദ്ദേഹത്തിന് താല്പര്യമില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ സൈനിക മേഖലയും കേന്ദ്രങ്ങളെയും ഇറാൻ ലക്ഷ്യം വെച്ചാൽ ആ മേഖലയിൽ തങ്ങൾക്ക് തുടരാൻ വേണ്ടി സാധിക്കുകയില്ല. ഇപ്പോൾ തന്നെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് അകന്നു നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ഏറ്റുമുട്ടലിന് താല്പര്യമില്ല എന്ന് അമേരിക്ക നിരീക്ഷിക്കുന്നു. അമേരിക്ക അങ്ങനെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പല ഘട്ടങ്ങളിലും ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇറാനെതിരെ യുദ്ധം ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അമേരിക്ക ആ കാര്യത്തിൽ യാതൊരു പ്രയോഗം നടത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ട്രംപും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധം തുടരാൻ വേണ്ടി ട്രംപിന് താല്പര്യമില്ലെങ്കിലും ഇസ്രായേലിനോട് പ്രത്യേകപരമായിരിക്കുന്ന മമത ട്രംപിനില്ലെങ്കിലും ഇറാനോട് വലിയ രീതിയിലുള്ള എതിർപ്പ് ട്രംപിനുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ സഹകരണത്തോടു കൂടി ഇറാന്റെ കൈവശത്തിലുള്ള ആണവായുധ മേഖല അല്ലെങ്കിൽ ആണവായുധ സമ്പുഷ്ടീകരണത്തിന് നിർമ്മാണശാല എന്നൊക്കെ പറയുന്നുണ്ട്, അത് ആക്രമിക്കുക എന്നുള്ളതാണ്. അതിന്റെ രണ്ടാമത്തെ ഒരു ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ളതാണ്. അതിനാക്രമിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നതിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ പരാമർശങ്ങളൊക്കെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് വിശദീകരിച്ചുകൊണ്ടും ഒന്നും ആ കാര്യങ്ങൾ പറയുന്നില്ലെങ്കിലും വളരെ ഖനമുള്ള, വളരെ ഗൗരവമുള്ള, വളരെ അർത്ഥവത്തായിരിക്കുന്ന ചില പ്രയോഗങ്ങൾ അത് ഇസ്രായേലിനും അമേരിക്കക്കും മാത്രമല്ല, ഇസ്രായേലിനും അമേരിക്കക്കും സപ്പോർട്ട് ചെയ്യുന്ന അറബ് രാജ്യങ്ങൾക്കും ഒരു മുന്നറിയിപ്പായിട്ട് തന്നെയാണ് നൽകുന്നത്. അപ്പോൾ അതേക്കുറിച്ചുള്ള വിവരങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇറാന് എങ്ങനെ പ്രതികരിക്കും, അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ എന്താണ് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തുകൾ, ആ കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഇതിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വിഷയം വളരെ ഗൗരവകരമായ രീതിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഗവൺമെന്റിനെ വേട്ടയാടുന്നു. ആ കാര്യം പറയുന്നത് ആ രാജ്യത്ത് ജീവിക്കുന്ന, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കുന്ന ജൂത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതരല്ല എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാവുകയും അവർ രാജ്യത്തിൽ നിന്ന് ഓരോരോ ഘട്ടങ്ങളിലായി രാജ്യം വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്ന രീതിയിൽ വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ നടക്കുകയാണ്. അപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമാന വിഷയമായി കൊണ്ട് ഈ യുദ്ധത്തിന് മുന്നേറ്റം നടത്തുന്നുണ്ട് എന്നല്ലാതെ പൗരജനാവലി യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഈ നിലപാടിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മുറിപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. താങ്ക് യു.